പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ഇടത് മുന്നണി സ്ഥാനാർത്ഥികളും യുഡിഎഫിലെ ലീഗ്, കേരള കോൺഗ്രസ്, ആർഎസ്പി സ്ഥാനാർത്ഥികളും പ്രചാരണത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസ് എൻഡിഎ സ്ഥാനാർത്ഥികൾ മാത്രം കളത്തിലില്ല. പുതിയ കാലം, പുതിയ രാഷ്ട്രീയം, പുതിയ രീതികൾ എല്ലാം മാറുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതികളും പാടെ മാറുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശേഷം മാത്രം സ്ഥാനാർത്ഥികളെ നടത്തി പ്രഖ്യാപിക്കുന്നതായിരുന്നു കേരളത്തിലെ മുന്നണികളുടെ നടപ്പ് രീതി. 2018 ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് ഏക അപവാദം. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എതിരാളികളെക്കാൾ മുൻപേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുന്നതാണ് LDFിൻ്റെ സ്ഥിരം രീതി. എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതി പുറത്തുവരും മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങുന്നത് LDFിനും ഇത് ആദ്യ അനുഭവം. സീറ്റ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എമ്മാണ് ആദ്യം പ്രചാരണം തുടങ്ങിയത്. തുടർന്ന് CPM ഉം CPIയും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. UDFിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയുമാണ് ആദ്യമേ പ്രചാരണത്തിൽ സജീവമായത്. ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ടും വോട്ട് ബാങ്കുകൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധമുറപ്പിച്ചും സംഘടനാ സംവിധാനം ചലിപ്പിച്ചുമാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രചാരണം. നോമിനേഷൻ വരെ ഇത് തുടരും. പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും കോൺഗ്രസ് NDA സ്ഥാനാർത്ഥികൾക്ക് ഇനിയും കളത്തിലിറങ്ങാനായിട്ടില്ല. സീറ്റുറപ്പായ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപിമാരെല്ലാവരും പോസ്റ്ററും ഫ്ലെക്സും അടിച്ച് സജ്ജരാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതാണ് രംഗത്തിറങ്ങാൻ തടസ്സം. NDA സ്ഥാനാർത്ഥികളാകാൻ കുപ്പായമിട്ടിരിക്കുന്നവർക്കും ഇതുതന്നെയാണ് തടസ്സം. നേരത്തെ പ്രചാരണം തുടങ്ങുന്നത് ചെലവേറിയ ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണം കൊഴിപ്പിക്കാൻ പല സ്ഥാനാർത്ഥികൾക്കും മടിയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.